ഇന്നലെ ബഹുമാനായ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് എൻ്റെ പ്രിയ സഹോദരൻ പ്രിയപ്പെട്ട അബു ജോൺ ജോസഫ് നമ്മുടെ കോട്ടയത്ത് പറയുകയുണ്ടായി. സജി മഞ്ഞക്കടമ്പന് കസേരയുടെ വിലയും മാഹാത്മ്യവും അറിയത്തില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം നിർത്തിയതെന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് പ്രിയപ്പെട്ട അബുവിനോട് പറയുവാനുള്ള കസേരയുടെ മാഹാത്മ്യവും അല്ലെങ്കിൽ വിലയും കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് ആ സ്ഥാനം ഞാൻ രാജിവെച്ചത്. അബു ഒരിക്കലും അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു. ആ സ്ഥാനത്തിരിക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ പ്രിയപ്പെട്ട പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ അപമാനിച്ചിട്ടുണ്ടെന്ന് ഏറ്റവും കൃത്യമായി അറിയാവുന്നത്. എന്നെ അദ്ദേഹം ചീത്ത വിളിച്ച ഓരോ ഫോൺ സന്ദേശങ്ങളും ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ള അബുവിനെ ഞാൻ ജോസഫ് സാറിനെ അല്ലെങ്കിൽ അത്രയും സീനിയർ ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ആളെ ബുദ്ധിമുട്ടിക്കേണ്ടതുകൊണ്ട് അബു ഇത് പാർട്ടി നേതൃത്വം അറിഞ്ഞിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെയാണ് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ഞാൻ അറിയിച്ചുകൊണ്ടിരുന്നതാണ്. അന്നൊന്നും ആ കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഇടപെട്ടില്ല. അദ്ദേഹം അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ കൊണ്ട് ആ വിഷയത്തെ പരിഹരിക്കുവാൻ അദ്ദേഹവും പരിശ്രമിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹം പിന്നെ പറഞ്ഞത് 2000 അദ്ദേഹത്തെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആക്കി. ഞാൻ യൂത്ത് ഫണ്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് PJ ജോസഫ് സാറിനൊപ്പം CF സാർ ഇറങ്ങി ഞാനാണ് ഏറ്റവും ശക്തമായി ആ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ കേരള കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്ന് മണി വിഭാഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആൾ. പക്ഷേ അന്ന് ശേഷം എന്നോട് പാർട്ടിയുടെ ചെയർമാൻ ജില്ലാ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ സാർ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്കിത് അല്ലെങ്കിൽ ജില്ല മുഴുവൻ ഓടാനുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധമായും പറ്റില്ല, മാണി ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാകണം, അത് പാർട്ടിയുടെ തീരുമാനമാണെന്ന് അദ്ദേഹം നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഏറ്റെടുത്തത്. നിങ്ങൾ ഓർക്കണം, ഞാൻ ജില്ലാ പ്രസിഡന്റ് ആകുന്നത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആകുന്നത് 2020 മുതൽ ഞാൻ ജില്ലാ പ്രസിഡന്റാണ്. എന്നാൽ എനിക്ക് ഈ UDF ജില്ലാ ചെയർമാൻ ഇങ്ങനെ തന്നെന്നുള്ള ഏറ്റവും പ്രധാനമാണ്. ആ ജില്ലാ ചെയർമാൻ തന്നപ്പോഴാണ് 2021 മുതൽ എനിക്ക് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം UDF ജില്ലാ ചെയർമാൻ അദ്ദേഹം എനിക്ക് തന്നത്. കാരണം എന്താ, എല്ലാ ജില്ലയിലെയും ജില്ലാ കൺവീനർമാരെയും ചെയർമാന്മാരെയും പ്രഖ്യാപിച്ചപ്പോൾ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് UDF ജില്ലാ കൺവീനറായി, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിബു UDF കൺവീനറായി, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസ് ആയിരുന്നു, അദ്ദേഹം UDFൻ്റെ ജില്ലാ ചെയർമാനായി. കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്ന സജി മഞ്ഞക്കടമ്പന് മാത്രം യോഗ്യതയില്ലായിരുന്നുകൊണ്ടാണോ എന്നെ മാറ്റി നിർത്തിയത്? അന്ന് മോൻസ് ജോസഫ് അങ്ങ് ഏറ്റെടുത്തു. അദ്ദേഹം അന്നും പാർട്ടി അതിൽ ഇടപെട്ടില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ല, എന്നെ അപമാനിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അന്നും പാർട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അന്ന് UDF ജില്ലാ ചെയർമാൻ മാറ്റിയത്? UDF ജില്ലാ ചെയർമാൻ കൂടിയായ എനിക്ക് ആണെങ്കിൽ കോട്ടയം ജില്ലയിലെ ഒരു സീറ്റ് മോൻസ് ജോസഫ് കഴിഞ്ഞുള്ള സീറ്റ് തരേണ്ടി വരും. അതൊഴിവാക്കുന്നതിന് വേണ്ടി ബോധപൂർവം അന്ന് മോൻസ് ജോസഫ് കളിച്ച ട്രാപ്പിൽ പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ ഉൾപ്പെടെ വീഴുകയാണിത്. അങ്ങനെ എന്നെ ഈ ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് മാറ്റി നിർത്തി മറുപക്ഷത്ത് നിന്ന് പ്രിൻസ് ലൂക്കോസിനെ കൂട്ടിക്കൊണ്ടുവന്ന് മാണി ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞ് എന്നെ വെട്ടുക ചെയ്ത്. എന്നിട്ട് ഞാൻ പിണങ്ങിയില്ല. എൻ്റെ അടുത്ത് അബു ഉൾപ്പെടെ നേതാക്കന്മാരെ മുഴുവൻ വന്നു. ഭരണം കിട്ടുമ്പോൾ ഏറ്റവും നല്ല ചെയർമാൻ, ഏറ്റവും നല്ല കോർപ്പറേഷൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞിരിക്കാൻ അതൊന്നും വേണ്ട, ഇനി ആ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാനെന്ന് പറഞ്ഞത് ഡ്രൈവറും വണ്ടിയൊന്നും ഇല്ലാത്തൊരു ചെയർമാൻ എൻ്റെ നിന്ന് കൊണ്ടുപോയിട്ടില്ലേ, അതെങ്കിൽ തിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് ഞാൻ സമാധാനപ്പെട്ട് ഞാൻ വീണ്ടും പാർട്ടിക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയർമാനായി തുടരുന്ന എനിക്ക് ഞാൻ പറഞ്ഞു ചെയർമാനോ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡൻ്റെയോ ആ പദവിയുണ്ട്, ആ പദവിയെ കൊണ്ട് യാതൊരു തരത്തിലും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം എക്സിക്യൂട്ടീവ് ചെയർമാൻ ഉണ്ടാക്കിയപ്പോൾ ഇവരെന്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ പറയട്ടെ, ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ മഞ്ഞക്കടമ്പനായാൽ മഞ്ഞക്കടമ്പൻ്റെ തെരഞ്ഞെടുപ്പിലൊരു പ്രാധാന്യം കിട്ടും, അത് കിട്ടരുത്, അതിനുവേണ്ടി തന്നെ അത് ചെയ്തു മാറ്റി. അതുപോലെ തന്നെ അവസാനം ഞാൻ പറഞ്ഞല്ലോ, നോമിനേഷൻ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ഈ പദവിയെല്ലാം ഉണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റിൻ്റെ നോമിനേഷന് കയറ്റാൻ എക്സിക്യൂട്ടീവ് ചെയർമാൻ വിസമ്മതിച്ചപ്പോഴും പാർട്ടി നേതൃത്വം ഇടപെട്ടില്ല. അപ്പോൾ പിന്നെ ആ പ്രാധാന്യം എന്നോട് പറയില്ല. എനിക്ക് ഈ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ മാഹാത്മ്യവും പ്രാധാന്യവും അറിയാവുന്നതിനാണ് അപമാനിതനായി ആ സ്ഥാനത്ത് ഞാൻ തുടരാതിരുന്നതെന്ന് ബഹുമാനപ്പെട്ട പാർട്ടി നേതൃത്വത്തോട് ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് അബു ഇത്തരത്തിൽ പറഞ്ഞതിൽ എനിക്ക് വേദനയുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പറയുന്നില്ല. ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ഒരാളെ പോലും ഈ പാർട്ടിയിൽ നിന്നും ബലമായി ഇറക്കിക്കൊണ്ടുപോകാൻ, ക്യാൻവാസ് ചെയ്ത് ഇറക്കിക്കൊണ്ടുപോകാൻ, പണം കൊടുത്തിറക്കിക്കൊണ്ടു ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാനന്ന് രാജിവെച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആരോടും വേണ്ടിയില്ല. ഞാൻ യൂസഫിനോട് പറഞ്ഞായിരുന്നു, പിന്നെ എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും എൻ്റെ സഹോദരന്മാരും ആരോടും പറഞ്ഞില്ല. എൻ്റെ പാർട്ടിയിലെ ഒരു പ്രവർത്തകരോടും പോലും പറഞ്ഞില്ല. പറഞ്ഞാൽ അവരെന്നെ തടയും, എൻ്റെ കൈ വിലങ്ങുമെന്നുള്ളതുകൊണ്ട് എനിക്ക് എന്തായാലും ഞാൻ ഇനി ഇവിടെ തുടർന്നാൽ ഇത് ആത്മഹത്യാപരമാണ് എന്ന പൂർണ്ണമായ ബോധ്യം കൊണ്ടാണ് ഞാനന്ന് നിർത്തിയത്. പിന്നെ ഒരു കാര്യം, ഒറ്റ കാര്യം പറയാം, ഇവിടെ റബ്ബർ മാർച്ചിൻ്റെ കാര്യം. റബ്ബർ മാർച്ച് നിങ്ങൾ ഓർക്കണം, എൻ്റെ ക്യാമ്പ് നിങ്ങൾ കണ്ട 400 പേര് പങ്കെടുക്കുന്ന ക്യാമ്പ് നിങ്ങൾ കണ്ട ആ ക്യാമ്പിന് ശേഷം കോട്ടയം ജില്ലയിലെ ഞാൻ പ്ലാൻ എന്തായിരുന്നു, 9 നിയോജകമണ്ഡലങ്ങളിലും പദയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് 10-ാം ദിവസം നാഗമ്പടത്തു നിന്നും തിരുനക്കരയിലേക്ക് 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹാപ്രകടനം വെക്കാൻ തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ചെയർമാൻ
നേരെ ചാടി ഞാൻ അഡ്വാൻസ് പ്രഖ്യാപിച്ചു റബ്ബർ മാർച്ച്. റബ്ബർ മാർച്ച് പ്രഖ്യാപിച്ചിട്ട് കടുത്തുരുത്തിൽ നിന്ന് കോട്ടയത്തേക്ക് റബ്ബർ മേഖലയിലൂടെയല്ല പോയത്. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പാലാ പോലുള്ള മേഖലകളിൽ കൂടെ റബ്ബർ കൃഷിക്കാരുടെ വിഷയം ഇടപെട്ടുകൊണ്ട് പാർട്ടി ഒരു സമരം നടത്താൻ നിശ്ചയിച്ചപ്പോൾ ആഗ്രഹിച്ചപ്പോൾ അതിനെയും അദ്ദേഹം ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം മാർച്ച് നടത്തി. ഞാൻ പറഞ്ഞു മാർച്ച് പൊളിഞ്ഞ് ആറ്റിപ്പോയതിൻ്റെ കുഴപ്പം മുഴുവൻ ജില്ലാ പ്രസിഡന്റാണ്. അതുകൊണ്ട് ജനറൽ കൺവീനറായിട്ട് ആരെ വെച്ചത് കടുത്തുരുത്തിയിലെ നിയോജക പ്രസിഡന്റിനെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നടക്കാൻ ആളുണ്ടാകും വെയിലത്ത് ആരെക്കൊണ്ടും പറ്റുന്ന കാര്യമില്ല. മോൻസ് ഞാൻ പറഞ്ഞേ ബുദ്ധിയില്ലാത്ത പണി കാണിച്ചിട്ട് അത് പരാജയപ്പെട്ടതിന് ശേഷം മഞ്ഞക്കടമ്പനാണ് തകർത്തത്. അദ്ദേഹം പിന്നെ പറഞ്ഞ് നടക്കുന്നത് പ്രസംഗിക്കുന്നത് ഇവിടെ മീറ്റിങ്ങിലാണ് പ്രസംഗിക്കുന്നത്. അതൊക്കെ എനിക്കൊരു വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ അതുമാത്രം പണിയെടുത്തയാളാണ്. കോട്ടയം ജില്ലയിൽ ഒരു പരിപാടി നടക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടപ്പെട്ട് പരിപാടി നടത്തുന്നത്. അങ്ങനെയാണ് കഷ്ടപ്പെട്ട ആ പരിപാടി റബ്ബർ മാർച്ച് നടത്തിയാണ് സീറ്റ് കിട്ടിയത്. ഇങ്ങനെയൊക്കെ അപവാദം പറഞ്ഞാൽ ഇതെല്ലാം കേട്ട് രാവിലെ ഞാൻ എൻ്റെ വണ്ടി കേട്ടിറങ്ങും. ഞാൻ പറഞ്ഞു ഇപ്പോൾ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശമ്പളമില്ല. ഞാൻ എൻ്റെ പോക്കറ്റിലെ പൈസ എടുത്ത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങുക രാവിലെ പോലെ പാതിരാവരെയും പാർട്ടി പ്രവർത്തനം നടക്കുന്നയാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ആളിനെ വീണ്ടും വീണ്ടും അപമാനിച്ചാൽ ഒരാൾക്കും ഒരു പരിധിയിൽ കൂടുതൽ അപമാനമേറ്റ് ഒരു രംഗത്തും നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാജിവെച്ചത്. അപ്പോൾ ഏതായാലും ഇനി ഞാൻ ആക്ഷേപിക്കാൻ വരാതിരിക്കുന്നത് മാത്രമേ എനിക്ക് അഭ്യർത്ഥനയുള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പല നേതാക്കൾക്കും സജിയുടെ ഈ നിലപാടിന് അനുകൂലമായിട്ടുള്ള നിലപാട് പാർട്ടിയിലുണ്ട്, മുതിർന്ന നേതാക്കൾക്ക്. പക്ഷേ അവരാരും അത് തുറന്നു പറയാനോ മുന്നോട്ട് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനോ മോൻസിനെതിരെ പറയാനോ തയ്യാറാകാത്തതുണ്ട്. അല്ല, അത് അവർക്ക് പറയാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ പാർട്ടി ചെയർമാൻ ജോസഫ് സാറിനെക്കാട്ടിലും അധീപനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും പറയാത്തത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ ഇത്രയുമേറെ ക്രൂരമായ പീഡനം ഞാൻ ഏറ്റിട്ട് ഇത്രയും കാലം ഞാനിത് മറച്ചു വെച്ചല്ലോ, ഒളിച്ചു വെച്ചല്ലോ. അതിനെനിക്ക് എന്നോട് അവർ നന്ദി വരണം. കാരണം ഞാൻ ഈ ചീത്ത വിളിച്ചൊന്നും ജോസഫ് സാറിൻ്റെ PA സുധീഷിന് പോലും അയച്ചു കൊടുത്തിട്ടില്ല. ആരും വേറെ പുറത്തറിയാൻ പാടില്ല. എങ്ങനെയും സെറ്റിൽ ചെയ്യട്ടെ. ഞാൻ കൊണ്ട് ജോസഫ് സാറിൻ്റെ മകൻ അബുവിന് മാത്രമേ ഇതിൽ അയച്ചു കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹം ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ജോസഫ് സാറിനെ കേൾപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ അന്നേരം ഈ വീഡിയോ ഇത് മുഴുവൻ പുറത്തു വിടാൻ മേലേ. ഞാൻ ചെയ്തില്ലല്ലോ. പിന്നെ നിങ്ങൾ കണ്ടു അന്ന് ഒരു ദിവസം രാത്രി അദ്ദേഹം എന്നെ ചീത്ത വിളിക്കാനുള്ള കാരണം കണ്ടു. ഇതാണ് ഞാൻ എന്ത് പാവമാണ് ഇത്. അന്ന് ഇതുണ്ട് ഈ നോട്ടീസ് സംസ്ഥാന UDF നേതാക്കന്മാരുടെ പടം കഴിഞ്ഞിട്ട് കോട്ടയം ജില്ലയിൽ നിന്നുള്ള MLA മാരെ വെക്കണമല്ലോ എന്നുകൊണ്ട് ഞാൻ അവരെ കൂടെ കൂടി ഇവിടെ വെച്ചു. ഇതിനോ തിരുവഞ്ചിൻ്റെയും മോൻസിൻ്റെയും ഇത് വെച്ചിട്ടാണ് അയാൾ പറഞ്ഞ് ഞങ്ങളൊക്കെ മുകളിലാണല്ലോ പറഞ്ഞത് നീ എന്നെ മൂലക്കിരുത്താമെന്നാണ് വിചാരിച്ചത്. ഞാൻ എന്ത് എനിക്ക് മോൻസ് ജോസഫിനെ മൂലക്കിരുത്തിയിട്ട് ഞാൻ എന്താവാനാണ്? മോൻസ് ജോസഫിൻ്റെ അസംബ്ലി സീറ്റിലേക്ക് ഞാൻ ആഗ്രഹമുണ്ടോ? മോൻസ് ജോസഫിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊന്നുമല്ല. സജി മഞ്ഞക്കുളം ഞാൻ പറഞ്ഞല്ലോ അന്ന് യൂത്ത് ഫണ്ട് പ്രസിഡന്റ് നിയമിച്ച അന്ന് പോലെ തുടങ്ങിയ പരിപാടികളാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇനി ഇതൊക്കെ ജനത്തോട് ഇതൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഇറങ്ങിയത് തന്നെ എനിക്ക് നാളെ MLA ആവാൻ MP ആവാൻ ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല. പക്ഷേ ആരെങ്കിലും ഇതൊന്നും വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം ഇങ്ങനെ കൊടികുത്തി വാഴും. ഞാൻ ഇപ്പം എന്നെ അഭിനന്ദിക്കുക. ഇത് പാലാക്കാരൻ്റെ അന്തസ്സ് നീ കാണിച്ചു എന്ന് പറഞ്ഞു. അനാവശ്യമായി ഈ പറഞ്ഞ പോലെ ഈ പുലഭ്യം കേട്ട് തുടരുന്നതിനല്ല ഇത് തന്നെയാണ് അന്തസ്സെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു മടിയില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കോട്ടയത്ത് കെട്ടിപ്പടുക്കാൻ നെടുനായകത്വം വഹിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റും വേണ്ട. കോൺഗ്രസിലെ നേതാക്കളും സജിയെ പിന്തുണച്ചു രാജിക്ക് ശേഷം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആർക്കും എന്നെ തള്ളി പറയാൻ പറ്റില്ല. അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല. ഞാനൊരു UDF ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ മാന്യമായി മാത്രമേ എല്ലാവരും പെരുമാറിയിട്ടുള്ളൂ. എല്ലാ UDF ഘടകകക്ഷികളോടും മാന്യത പുലർത്തിയിട്ടുണ്ട്. അത് ഞാൻ അതുകൊണ്ട് എന്നെ ആരും തള്ളി പറയുന്നവർ പറഞ്ഞോട്ടെ. ഞാൻ അപ്പോൾ അതിൻ്റെ മറുപടി പറഞ്ഞോളാം. ഓക്കെ, ഞാൻ പോയി കാര്യം തുടർ രാഷ്ട്രീയ തീരുമാനം ഞാൻ പറഞ്ഞു. ഞാനേലും ഇപ്പം വലിയ പുതിയ പാർട്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്കൊന്നും ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഏതെങ്കിലും രാഷ്ട്രീയ തീരുമാനം എടുക്കണം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ആലോചിച്ച് നിൽക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതായാലും എവിടെയെങ്കിലും ഒരു വോട്ട് ചെയ്യണ്ടേ? ആ വോട്ട് ചെയ്യാനുള്ള തീരുമാനം ഇപ്പോൾ എടുക്കും. പിന്നെ ബാക്കി ഞങ്ങൾക്ക് പിന്നെ ഓക്കെ.